അല്ല, എനിക്കും അഭിനയിച്ചപ്പോൾ നല്ല തൃപ്തിയായിരുന്നു. പിന്നെ എനിക്ക് അവരുടെ റൈറ്റിംഗ്, നമ്മൾ ഹാർട്ട് ടച്ചിങ് ഡയലോഗ്സ് ഉണ്ടല്ലോ, നമ്മുടെ സ്വയം ഇതിൽ നമുക്ക് അതുപോലെ അഭിനയിച്ച് ഡബ് ചെയ്യുമ്പം അതിപ്പം വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സീരിയൽ അങ്ങനെയാണ് വലിയ സ്ക്രീനിൽ ഇതുവരെ ടി വിയിൽ നമ്മൾ ടി വി കണ്ടതല്ലേ ഉള്ളൂ, ഇതിൽ കണ്ടില്ല. ഇതിൽ കാണുമ്പോഴാണ് നമ്മൾ ഇനിയും നന്നായിട്ട് ഇനിയും കുറച്ചും കൂടി ഇതാവണം. ഒട്ടും മേക്കപ്പ് ഇല്ല, ഒട്ടുമില്ല, ഇനി കുറച്ചുകൂടി കളവിയാക്കണം, കുറച്ചുകൂടി ആവണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോണിയുടെ അമ്മയല്ലേ ഞാൻ, അപ്പോൾ കുറച്ചുകൂടി ആവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിയിപ്പോൾ അവരോട് തന്നെ അതിപ്പോൾ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോഴാണ് അതിൽ കണ്ടപ്പോഴാണ് തോന്നിയത്, മോണിറ്ററിൽ കണ്ടപ്പോൾ തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് എന്താ പറയുക, സത്യം മാത്രം പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഭയങ്കര ബോൾഡാണ്, അത് വിട്ട് എൻ്റെ ജീവിതത്തിലില്ല. പക്ഷെ അതേ ക്യാരക്ടറാണ് ഇത്. അല്ല, അങ്ങനെ വേണം. അമ്മമാർ മരിച്ചുപോയ കുട്ടികൾ ഭാവിയിൽ രണ്ടാം അമ്മ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടല്ലോ, അങ്ങനെ പാടില്ല. അങ്ങനെ ഒരു രണ്ടാം അമ്മയും മക്കളെങ്ങനെ ചെയ്യാൻ പാടില്ല. അവൾ എന്താണെന്ന് അവൾ പുറത്ത് പറയുന്നില്ല, നമുക്ക് മാത്രമേ അറിയുള്ളൂ, എനിക്ക് മാത്രമേ അറിയുള്ളൂ. എല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്ന മുത്തശ്ശിക്ക് മാത്രമേ അറിയുള്ളൂ. അച്ഛൻ ഒരു പാവമാണ്, അയാൾ രണ്ടാം അമ്മയുടെ ഭാര്യയുടെ പേടിയാണ് പുള്ളിക്ക്. പക്ഷേ ഈ മുത്തശ്ശി ഉള്ളത് കൊണ്ടാണ് അവൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോണത്. അപ്പോൾ ആ മുത്തശ്ശി എനിക്ക് തന്ന എല്ലാവർക്കും ഇനി പബ്ലിക് അത് കണ്ടിട്ട് ഈ മുത്തശ്ശിയെ പ്രോത്സാഹിപ്പിക്കുക, അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ എനിക്ക് കിട്ടിയ ക്യാരക്ടർ നായകൻ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഓക്കെ, താങ്ക് യു മാം. നല്ല കമ്പനിയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക്സ് അലോട്ട്.